ഇനി നമുക്ക് ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രോബ്ലംസ് നോക്കാം. ഈ സ്ക്രൂവിൻ്റെ നീളം ടോട്ടൽ ലെങ്ത് 110.62 110.62 ടോട്ടൽ ലെങ്ത്. അതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പായിട്ട് 7 mm, ബാക്കി ആ ഹെഡ് കോളർ 26.362, ബാക്കി ഇടയ്ക്കുള്ള ഭാഗം എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് ത്രെഡുള്ള ഭാഗം 32 mm. ഇതിൻ്റെ അകത്ത് എക്സ് എന്നുള്ള ഭാഗത്തിൻ്റെ നീളം എത്രയാണെന്ന് കാണണം. നമുക്ക് എന്താ ചെയ്യാം? ഈ 110.62 നിന്ന് 7 26.362 32 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അത് 110.62 മൈനസ് 7 പ്ലസ് 26.362 പ്ലസ് 32. ലാസ്റ്റ് വൺ അത് ബ്രാക്കറ്റിലിടണം. അതായത് ഈ മുകളിലെ മൂന്ന് വാല്യൂസ് കൂട്ടിയിട്ട് 110.62 നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ കിട്ടുക 45.258 mm എന്നാണ്. നെക്സ്റ്റ് പ്രോബ്ലം ഇങ്ങനെയാണ്: കാൽക്കുലേറ്റ് ആൻഡ് ചൂസ് ദ ഡയമെൻഷൻ ഓഫ് എക്സ് ഇൻ ദ ഫിഗർ. ആ ചിത്രം വ്യക്തമായിട്ട് നോക്കുക. എക്സ് എന്ന് പറയുന്നത് രണ്ട് സർക്കിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സർക്കിളിൻ്റെ സൈഡിലേക്കുള്ള ദൂരമാണ്. പക്ഷേ 138.88 ആണ് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ എക്സ് കാണണമെങ്കിൽ ഈ ഡിസ്റ്റൻസിൻ്റെ കൂടെ ഈ 9.5, ഇതിൻ്റെ റേഡിയസ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് 9.5 ആണ്, അത് ആഡ് ചെയ്യണം. ഇവിടെ ഈ എക്സ് കാണണമെങ്കിൽ ഈ ഡിസ്റ്റൻസിൻ്റെ കൂടെ ഇതിൻ്റെ റേഡിയസ് 14.28 സബ്ട്രാക്ട് ചെയ്യണം. ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുക 134.1 എന്നാണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ആൻഡ് ഫൈൻഡ് ദ ഡയമെൻഷൻ ആർ. ഈ ഡയമെൻഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ, ഈ പ്ലേറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് 78.4 mm ആണ്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെയും ഡയമെൻഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9, 22. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ തന്നിട്ടില്ല. ഇത് 13, ഇത് 12. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കാണാൻ, ആറല്ല, ഇതിൻ്റെ ഡയമീറ്റർ കാണാൻ 78.4 നിന്ന് ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അത് 78.4 നിന്ന് കുറയ്ക്കണം. അപ്പം ഈ ഡയമീറ്റർ കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന 6 കാണാനാണ്. ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പം അതിൻ്റെ പകുതി എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്വസ്റ്റ്യൻ: ഇൻ ദ സ്റ്റീൽ സ്ട്രിപ്പ് ഫൈൻഡ് ദ ഡയമെൻഷൻ എക്സ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് 318.6 എന്ന് ടോട്ടൽ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ മൊത്തം നീളം. പിന്നെ മുകളിൽ കൊടുത്തിട്ട് ഹോൾസ് ഈക്വലി സ്പേസ്ഡ്. ഈ ഹോളുകൾ തമ്മിലുള്ള ദൂരം തുല്യമാണ്. ഹോളിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് സെയിം ആണ്. പക്ഷേ സൈഡിലുള്ള ഡിസ്റ്റൻസിൽ ചെറിയ വ്യത്യാസമുണ്ട്. 10 mm ഉണ്ട്. ഇവിടെ 19.6 mm ആണ്. നമുക്ക് ഈ എക്സ് എന്നുള്ള ഒരു ഹോളിൻ്റെ സൈഡിൽ നിന്ന് മറ്റേ ഹോളിൻ്റെ സൈഡിലേക്കുള്ള ദൂരം എത്രയാണെന്ന് കാണണം. അപ്പോൾ അതിനെന്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 318.6 നിന്ന് ഇത് മൈനസ് ചെയ്യാം. ഈ 19.6 മൈനസ് ചെയ്യാം, പ്ലസ് 10 മൈനസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും 10ഉം 19.6ഉം ആഡ് ചെയ്ത് 318.6 നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ ഡയമീറ്റർ, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 20 ആണെന്ന്, ഡയമീറ്റർ 20 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം, ഇപ്പോൾ ഈ സെൻറ്റർ ടു സെൻറ്റർ ദൂരം കാണണമെങ്കിൽ വീണ്ടും ഇവിടുന്ന് 10ൻ്റെ പകുതി, ഈ 20ൻ്റെ പകുതി 10 കുറയ്ക്കണം. ഇവിടെയും 10 കുറയ്ക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ലാസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം കിട്ടും. ഈ രണ്ട് സൈഡിലെ ഹോളിൻ്റെ റേഡിയസ് കുറച്ചാൽ ഈ സെൻറ്ററിൽ നിന്ന് ലാസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം കിട്ടും. നമ്മൾ 1, 2, 3, 4 സ്പേസാണ്.
4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടും. സർക്കിളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടും. ആ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടെ സൈഡ് ടു സൈഡാണ് എക്സ്. അപ്പോൾ 2 റേഡിയസ്, അതായത് റേഡിയസ് 10 ഇവിടെ റേഡിയസ് 10 2 റേഡിയസ് 20 കുറച്ച് കഴിഞ്ഞാൽ എക്സ് എന്നുള്ള വാല്യൂ കിട്ടും. അതെത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.